സാമ്പത്തികമായി പദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് സെൻട്രൽ ഗവൺമെന്റ് 6 മാസം കൂടുമ്പോൾ DA അല്ലെങ്കിൽ ക്ഷാമാശ്വാസം തരുന്നത്. ഈ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പച്ചക്കറിക്കും മറ്റു സാധനങ്ങൾക്കും വില കൂടിയില്ലെന്ന് പറഞ്ഞൊരു ഗവൺമെന്റാണ്. അറിയാമല്ലോ, ഇപ്പൊ 8 വർഷമായി DA തരുന്നില്ല, അല്ലെങ്കിൽ ക്ഷാമാശ്വാസം തരുന്നില്ല. നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി. കേന്ദ്രത്തില് DA അലോട്ട് ചെയ്യുമ്പോൾ D പറഞ്ഞാൽ അപ്പോൾ തന്നെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അല്ലെങ്കിൽ പെൻഷൻകാർക്കും ക്ഷാമാശ്വാസവും DA കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്. അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ അതൊന്നും കഴിക്കുന്നില്ല എന്നുള്ള കാര്യം. അതിന്റെ പ്രതിഫലനം ഈ കഴിഞ്ഞ ബൈ-ഇലക്ഷനിലുണ്ടാവും, അല്ലെങ്കിൽ ചേലക്കരയിലും പാലക്കാടും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. പല വീടുകളിലും മക്കളൊക്കെ വിദേശത്താണ്. ഒരു വീട്ടിൽ 5-6 വോട്ടുണ്ടെങ്കിൽ അപ്പുറം മാത്രമേ ഉച്ചത്തിൽ 4 അല്ലെങ്കിൽ 3 വോട്ടാകും വീട്ടിൽ കുറഞ്ഞിരിക്കുന്നു. അതും നമ്മൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് കാരണങ്ങൾ. അപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തരാൻ പൈസ ഇല്ലെങ്കിലും മുഖ്യമന്ത്രിക്കും കുടുംബങ്ങൾക്കും മന്ത്രിമാർക്കും നാടുകളിൽ നടത്തുന്നതിനും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നതിനും ലിഫ്റ്റ് ഉണ്ടാക്കുന്നതിനും കേരള യാത്ര നടത്തുന്നതിനും അതുപോലെ തന്നെ അവർക്ക് തൊഴിലുടെ അടുത്ത കാലത്ത് വേണ്ടില്ല ഒരു മന്ത്രിയുടെ 66 ലക്ഷം രൂപയാണ് അടുക്കള നന്നാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതിനൊക്കെ പൈസയുണ്ട്. ഗവർണർക്ക് കൊടുക്കാൻ അഡീഷണൽ 10 ലക്ഷം കൂടെ കൊടുക്കാനും പൈസയുണ്ട്. നമുക്ക് മാത്രം തരാൻ ഗവൺമെന്റ് പൈസ ഇല്ലാത്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത്. ഇന്ന് കേരള സംസ്ഥാനത്ത് എല്ലാ നിയോജകങ്ങളും എല്ലാ മണ്ഡലങ്ങളിലും കമ്മിറ്റികളുള്ള ഈ KCC സംഘടനയ്ക്ക് മാത്രമേ ഈ ക്ഷാമാശ്വാസം ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പെൻഷൻ യൂണിയൻ എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർക്ക് ഇത്തരം താല്പര്യങ്ങൾ, അവർക്ക് ആവശ്യങ്ങളില്ല. അവരുടെ ആവശ്യം ഒറ്റ ഇന്ത്യ ഒറ്റ ഇലക്ഷൻ. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരാൻ പോകുന്ന ആ പദ്ധതിക്കെതിരെ കഴിഞ്ഞ മാസം ഈ കൽപ്പറ്റ വെച്ച് സിംപോസിയം നടക്കുകയുണ്ട്. അവർ പ്രധാനമായിട്ടും അതാണ് ലക്ഷ്യമിരിക്കുന്നത്. കണ്ടിട്ടുണ്ടല്ലോ, തന്നെ കാലത്തുണ്ടായിരുന്നു ഭരണവും സമരവും. വടക്കോട്ട് നോക്കിയിട്ട് ഡൽഹിയിലേക്ക് നോക്കിയിട്ട് ഭരണവും സമരം നടത്തുന്ന രീതിയാണ്. അതാണ് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈക്ക് ദുരിതാശ്വാസത്തിന് വേണ്ടി ഇപ്പൊ പൈസ തന്നിട്ടില്ല. ഇന്നലെ കേട്ടല്ലോ, 19 ഹർത്താലാണ് കേരളത്തിൽ, വയനാട്ടിൽ. അത്